മഴ തോരുന്നതിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അലീനയാണെങ്കിൽ പൗലോസിനൊന്ന് മര്യാദ പഠിപ്പിക്കാനൊക്കെ വേണ്ടി തുണിഞ്ഞിറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അലീന നേരെ അടുക്കളയിലോട്ട് വരുന്ന സമയത്ത് പൗലോസ് ആണെങ്കിൽ കുറേ മലക്കറിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പഴകിയതെന്ന് പറഞ്ഞെടുത്തൊക്കെ കളയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അലീന ആണെങ്കിൽ ഇത് വന്ന് പൗലോസിൻ്റെ അടുത്ത് ചോദ്യമൊക്കെ ചെയ്യുന്നുണ്ട്. അതങ്ങോട്ട് നമ്മൾ പൗലോസിനാണെങ്കിൽ അത്ര ഇഷ്ടപ്പെടുന്നതൊന്നുമില്ല. അങ്ങനെ പൗലോസ് പറയുന്നുണ്ട്. അപ്പം അലീന ഇതിനൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട് ക്യാരറ്റിന് ചെറിയ വെട്ട് വീണ്, തക്കാളിക്കാണെങ്കിൽ ചെറിയൊരു അഴുകൽ വന്നപ്പോൾ അതൊക്കെ ഇവിടുന്ന് കേണൽ സാർ യൂസ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഇതെല്ലാം എടുത്ത് കളയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അലീനയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമൊക്കെ വരുന്നുണ്ട്. അപ്പം അലീന പൗലോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇവിടെ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതും എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പൗലോസിനെ കുറച്ച് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പൗലോസ് ആണെങ്കിൽ നേരെ നമ്മൾ സ്റ്റാലിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നത്. ഇനിയിപ്പം അലീന പറഞ്ഞിട്ടാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് പൗലോസിനെ കുറിച്ച് കുറ്റമൊക്കെ പറഞ്ഞിട്ട് സ്റ്റാലിൻ്റെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഞാൻ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സ്റ്റാലിൻ ഇവിടെ കേണൽ സാറിൻ്റെ അടുത്ത് പോട്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പൗലോസ് ആണെങ്കിൽ ചെന്നിട്ട് നമ്മളെ സ്റ്റാലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ എന്നെയാണെങ്കിൽ ജോലിയും കാര്യങ്ങളൊന്നും ചെയ്യാൻ താമസിക്കുന്നില്ല, സാറിൻ്റെ മോള് ഓരോ കുറ്റങ്ങളും കാര്യങ്ങളും കണ്ടുപിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. സാറാണെങ്കിൽ പഴകിയ സാധനങ്ങളൊന്നും ഇവിടെ യൂസ് ചെയ്യാൻ താമസിക്കത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ എടുത്ത് ഒഴിവാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പൗലോസ് ആണെങ്കിൽ ഭയങ്കര സങ്കടമൊക്കെ അഭിനയിച്ച് നമ്മൾ സ്റ്റാലിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സാറിനാണെങ്കിൽ ഇവിടെ പഴകിയ സാധനങ്ങളൊന്നും ഉപയോഗിക്കത്തില്ലല്ലോ, അപ്പോൾ നല്ല സാധനങ്ങളൊക്കെ അല്ലേ ഞാനിവിടെ സാറിനെല്ലാം ചെയ്തു തരുന്നത്, അതെല്ലാം സാറിന് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, ഞങ്ങൾ പഴകിയ സാധനങ്ങളൊന്നും എടുത്ത് പിന്നെ കളയാൻ പാടില്ല, അതെല്ലാം ഞങ്ങൾ ഉപയോഗിക്കണമെന്നൊക്കെ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അനിയനെക്കുറിച്ച് കുറേ കുറ്റമൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സ്റ്റാലിൻ പറഞ്ഞത് എന്തായാലും കുഴപ്പമില്ല, ഞാൻ അവളുമായിട്ട് സംസാരിച്ചോളാം, നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട, നിങ്ങൾ പോകാനൊക്കെ പറയുന്നുണ്ട്. ഇനി എന്തായാലും ആ ഒരു കാര്യത്തിലോട്ടൊന്നും അലീന ഇടപെടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കുറ്റം പറയുമ്പം നമ്മൾ സ്റ്റാലിൻ പറയുന്നുണ്ട്, അത് അവളാണെങ്കിൽ എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവളവിടെ സംസാരിക്കും, അതിപ്പോൾ അവളൊരു നേച്ചർ, അതിപ്പോൾ നമുക്കൊന്നും മാറ്റാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റാലിനാണെങ്കിൽ നമ്മൾ പൗലോസിനെ പറഞ്ഞിട്ട് ചിന്തിക്കുന്നുണ്ട്, ഇവളെന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തതിനകത്തൊക്കെ കയറി ഇടപെടുന്നത്, ഇവളത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, നീ ആണെങ്കിൽ ഒന്നിനും പോകേണ്ട കാര്യമില്ല, നീ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുള്ളത് ഓർഡർ ചെയ്താൽ മതി, അവരാണെങ്കിൽ കൊണ്ട് തരുമെന്നൊക്കെ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇവളിങ്ങനെ ഇതിനകത്തൊക്കെ ചെന്ന് ഇടപെടുന്നതെന്നൊക്കെ നമ്മൾ സ്റ്റാലിൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. നമ്മൾ സ്റ്റാലിനാണെങ്കിൽ കുറച്ച് ദേഷ്യത്തോടെയൊക്കെ നമ്മൾ അലീന അടുത്ത് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അലീന അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ, അലീന കിച്ചണിലെ കാര്യങ്ങളൊന്നും ഇടപെടരുതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്തിനാ നീ അവർക്ക് ചുമ്മാ ശല്യം ഉണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അലീന പറയുന്നുണ്ട്, ഓഹോ അപ്പം എരിവും പുളിയൊക്കെ ചേർത്തിട്ട് അങ്ങ് പപ്പയുടെ അടുത്ത് ന്യൂസ് എത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അലീന പറയുന്നത്, ആ ശരി, എന്തായാലും അവരെന്താ പറഞ്ഞത്, അതൊന്ന് പപ്പ ഒന്ന് പറഞ്ഞതെന്നൊക്കെ പറയുന്ന സമയത്ത്, അല്ല അവർ ഈ ഭക്ഷണമൊക്കെ പാഴാക്കുന്നു, അപ്പോൾ ആ ഫുഡൊക്കെ അവരെ കഴിക്കണമെന്നൊക്കെ നീ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും വയറ്റിനൊന്നും പിടിക്കാത്തയില്ലേ, അതൊക്കെ പാഴായ ഫുഡൊക്കെ എങ്ങനെ അവർ കഴിക്കുന്നതെന്നൊക്കെ നമ്മൾ സ്റ്റാലിനാണെങ്കിൽ പറയുന്നുണ്ട്. നമ്മൾ സ്റ്റാലിൻ പറയുന്നുണ്ട്, അതിപ്പോൾ പഴയ ഫുഡൊക്കെ അവർ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വയറിനൊക്കെ പ്രശ്നം വന്നാൽ പിന്നെ നമ്മൾ തന്നെ അവരെ നോക്കണ്ടേ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാലിനാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ നോക്കുന്ന സമയത്ത് നമ്മൾ അലീന പറയുന്നുണ്ട്, പപ്പ ഒരു കാര്യം പറയട്ടെ, പപ്പ അവിടെ നിന്നേന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പപ്പ ഈ വീട്ടിൽ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പപ്പ ആണെങ്കിൽ അറിയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം പൗലോസ് ചേട്ടനാണെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിലും ഇവിടെ വർഷങ്ങൾ കൊണ്ട് നിൽക്കുന്നവരാണ്, പക്ഷേ പപ്പ ആണെങ്കിൽ എല്ലാവരും ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ നിൽക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം പപ്പ എന്തായാലും വാ, ഞാൻ എന്തായാലും പൗലോസ് ചേട്ടൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ സത്യം വെളിപ്പെടുത്തി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാലിനെയും കൂട്ടിക്കൊണ്ടാണെങ്കിൽ നമ്മൾ അലീന പോകുന്നുണ്ട് കേട്ടോ, അടുക്കളയിലോട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മളെ പൗലോസ് ആണെങ്കിൽ അലീനയും സ്റ്റാലിനെയും കാണുന്ന സമയത്തൊക്കെ ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അലീനാണെങ്കിൽ പൗലോസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല പൗലോസേട്ടാ, പൗലോസേട്ടൻ എന്താണ് പപ്പ അടുത്ത് പറഞ്ഞു കൊടുത്തത്, ഞാൻ എന്തിനാ പൗലോസേട്ടനെ ഞാൻ വഴക്ക് പറഞ്ഞത്, അതൊന്ന് പപ്പ അടുത്തൊന്ന് പറയാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണെങ്കിൽ നമ്മളെ പൗലോസ് പറയുന്നുണ്ട്, അതിപ്പം ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്നപ്പോൾ എൻ്റെ ജോലിക്ക് തടസ്സമായിട്ട് നിന്ന് ഒന്ന് ഓരോന്ന് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സാറിനാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളിട്ട് പാചകം ചെയ്ത് കൊടുക്കുന്നത് സാറിന് ഇഷ്ടമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അലീന പറയുന്നുണ്ട്, ഞാനിപ്പം അതിനെക്കുറിച്ചൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ചിലപ്പോൾ പൗലോസേട്ടൻ അതായിരിക്കും കറക്റ്റായിട്ട് ചെയ്യുന്നത്, ഇത്രയും വർഷങ്ങൾ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് എന്തായാലും പൗലോസേട്ടൻ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യും, പക്ഷേ ഞാൻ പറഞ്ഞ എന്തിനാ ഭക്ഷണം പാഴാക്കരുതെന്നല്ലേ പൗലോസേട്ടൻ്റെ അടുത്ത് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇത്രയും വർഷങ്ങൾ കൊണ്ട് പൗലോസേട്ടൻ എന്തായാലും ഇവിടെ ജോലി ചെയ്യുമല്ലേ, അപ്പോൾ പൗലോസേട്ടൻ അറിയാമല്ലോ ഭക്ഷണം പാഴാക്കി കളയരുതെന്നും പിന്നെ എത്ര അളവെടുക്കണം എന്നൊക്കെ അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. പിന്നെ എന്തിനാ ഇത്രയും വാരിയിട്ട് വെച്ചിട്ട് ഫുഡ് പാഴാക്കി കളയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വൈകിട്ട് പോകുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ കൊണ്ടുപോകാമല്ലോ, അപ്പം ആ ഒരു കാര്യത്തിൽ നിങ്ങളെ ചിലവും കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോകുമല്ലോ, അപ്പം ഇവിടുത്തെ ചിലവിൽ നിങ്ങളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ അലീന പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയും നമ്മൾ സ്റ്റാലിന് പച്ചക്കറിയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു ദിവസത്തേക്ക് എന്തിനാ ഇത്രയും പച്ചക്കറികളും കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്, പപ്പ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള സാധനങ്ങളൊന്നും പപ്പ കഴിക്കത്തില്ലല്ലോ, പിന്നെ എന്തിനാ ഇത്രയും മേടിക്കുന്നത്, അന്ന് ഡെയിലി സാധനം മേടിക്കാൻ കടയിൽ പോവുകയും ചെയ്യുന്നുണ്ടല്ലോ, അപ്പം അന്നന്നേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചാൽ പോരെ എന്നൊക്കെ സ്റ്റാലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ അലീനാണെങ്കിൽ സ്റ്റാലിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മീനൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, കണ്ടോ ഇതൊക്കെ ഇന്നത്തേക്ക് പാചകം ചെയ്യാനുള്ള സാധനങ്ങളാണ്, അതിനകത്ത് എത്രയും നല്ല സാധനങ്ങൾ അവർ വേസ്റ്റാക്കി
കളയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റാലിൻ പറയുന്നുണ്ട്, മോളെ അതിപ്പം അവർ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോട്ടെ, മോളെ അതിനകത്ത് ഇടപെടണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അലീന പറയുന്നുണ്ട്, ഇത് ഇത്രയൊക്കെ ആഹാരങ്ങൾ കഴിക്കാൻ പോലും ഇല്ലാതെ ഇത്രയും മക്കൾ അനാഥാലയത്തിൽ കിടപ്പുണ്ടെന്നുള്ള കാര്യം പപ്പാക്ക് അറിയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് പപ്പ അല്ല ഇനി ആര് പറഞ്ഞാലും ഞാനാണെങ്കിൽ ഭക്ഷണങ്ങൾ പാഴാക്കുന്നതിന് ഞാൻ ഒരിക്കലും യോജിക്കത്തില്ല, എനിക്ക് മനസ്സിൽ തോന്നുന്നത് ഞാൻ പറയൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മളെ പൗലോസ് ആണെങ്കിൽ അലീനയുടെ അടുത്ത് അങ്ങനെ ചൂടായി കയറുന്നുണ്ട് കേട്ടോ. അത് എൻ്റെ കിച്ചണിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും, ഇഷ്ടമുള്ള പാചകമൊക്കെ ഞാൻ ചെയ്യും, എത്ര അളവെടുക്കണം വെക്കണം എന്നൊക്കെയുള്ള കാര്യം എനിക്കറിയാം, അത് ചോദിക്കാൻ നീ ആരാണെന്നൊക്കെ നമ്മളെ പൗലോസ് അലീനയുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഇതങ്ങോട്ട് നമ്മൾ സ്റ്റാലിന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ സ്റ്റാലിൻ പറയുന്നുണ്ട്, പൗലോസ് നീ ആരുടെ സംസാരിക്കുന്ന അറിയാമല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അലീന ആണെങ്കിലും അവൾ എൻ്റെ മോളാണ്, എൻ്റെ അടുത്ത് അവളുടെ അടുത്ത് നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പം അവൾക്കാണെങ്കിൽ ആഹാരം വേസ്റ്റാക്കി കളയുന്ന അവൾക്ക് ഇഷ്ടമല്ല, അവൾ അങ്ങനെ വളർന്നു വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവൾക്ക് ഒട്ടും ആഹാരം വേസ്റ്റാക്കുന്നതിൽ അവൾക്ക് താല്പര്യം ഉണ്ടായിരിക്കത്തില്ല. അപ്പം നീ ആരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാലിനാണെങ്കിൽ പൗലോസിനടുത്ത് കുറച്ച് ചൂടായിയൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ചില കാര്യങ്ങളൊക്കെ അവൾ പറയുന്നതൊക്കെ നിങ്ങൾ അനുസരിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് എൻ്റെ അടുക്കളയാണ്, ഇപ്പം ഞാനെപ്പോഴാണ് നിനക്കിത് എഴുതി തന്നെ നീ നിൻ്റെ അടുക്കളയിൽ നിന്നൊക്കെ പറയാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് എൻ്റെ കൊട്ടാരമാണ്, ഇവിടെ ഞാൻ പറയുന്നത് ഇവിടെ നടക്കത്തുള്ളൂ, അല്ലാതെ നീ അവളെ അടുത്ത് ഭരിക്കാനോ അവളെ അനുസരണ പഠിപ്പിക്കാനൊന്നും നീ നിൽക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാലിനാണെങ്കിൽ നമ്മൾ പൗലോസിനെ കുറച്ച് ഭീഷണിപ്പെടുത്തിയൊക്കെ നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.